നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, ഇന്ന് മുതൽ ചർച്ച ചെയ്യുന്ന അടുത്ത നെക്സ്റ്റ് 9 വീഡിയോസ് എന്ന് പറയുന്നത്, ഓരോ ഭാവത്തിലും ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്നതിനെ കുറിച്ചുള്ള ഫലങ്ങൾ, പൊതുവായ ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം 7th ഹൗസിനെ ഓരോ പ്ലാനറ്റ് ഇൻഫ്ലുവൻസ് ചെയ്താൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു പൊതുഫലമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എപ്പോഴും പൊതുഫലത്തിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അപ്പം അത് മാത്രമായിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ മിക്ക ജാതകങ്ങളിലും ഒരു ഗ്രഹത്തിന് പല ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ്, യുതിയും പല കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന് പോലെയാണ് എനിക്കൊരു ഫലം വരുന്നത്, പല കാര്യങ്ങളിൽ ഒരുമിച്ചിട്ടുള്ള. ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്, നമുക്ക് അങ്ങനെ ഒരു വലിയ വൈഡായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ വിഷയം പഠിക്കാൻ പറ്റില്ല. ഒരുപാട് കമൻറ്റുകൾ വരും. എൻ്റെ 7ാം ഭാവം ശുദ്ധമാണ്, എന്താണ് ഫലം? അല്ലെങ്കിൽ എൻ്റെ 7ൽ ഇന്ന ഗ്രഹമാണ് നിൽക്കുന്നത്, എന്താണ് ഫലം? എന്നൊക്കെ നമുക്ക് പുതിയ 7ാം ഭാവത്തിൻ്റെ വീഡിയോസ് വന്നപ്പോൾ കുറേ കമൻറ്റുകൾ വന്നു. വസ്തുതയിൽ അങ്ങനെ ഒറ്റയ്ക്കത് പറയാൻ പറ്റില്ല. ഞാൻ തുടക്കം മുതലേ അത് പറയുന്നത് അറിയാം. സ്വാഭാവികമായിട്ടും മനുഷ്യനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും അശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ അതിനെ സമീപിച്ചാൽ, നമ്മൾ ഈ ഒരു വിഷയത്തെ, ശാസ്ത്രം എന്ന വാക്കിനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശാസ്ത്രം എന്ന വാക്കിന് സയൻസ് എന്നൊരർത്ഥം മാത്രമല്ല, ശാസിക്കുന്നത് അല്ലെങ്കിൽ ശാസിക്കപ്പെടുന്നത് എന്നൊക്കെ അർത്ഥം വരാം. അപ്പം ജ്യോതിഷം എന്ന് പറയുന്ന ഈ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു നിയമപ്രകാരം, അതിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ തന്നെ പല കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയും, പിന്നെ നോക്കുന്ന ആളുടെ കഴിവും അയാളുടെ ഉപാസനാബലവും എല്ലാം ഇതിന് ബാധകമാണ്. കാരണം ഹോരാതത്വങ്ങളെ കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ. ധരിച്ചു വെച്ചിരിക്കുന്ന ഈ ശാസ്ത്രം പഠിച്ചത് കൊണ്ട് മാത്രം ഇതിനകത്ത് വളരും എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇത് തീരത്തൊന്നുമില്ല. ഇപ്പം ഞാൻ തന്നെ അങ്ങോട്ട് 10-20 വർഷമായി. അതിനിയും ഇപ്പോഴും ഓരോ വിഷയങ്ങൾ കാണുമ്പോഴും നമുക്ക് പുതുമയോടുകൂടി തോന്നും. അനേക ഹോരതത്വജ്ഞനായ മാത്രം പോരാ, പഞ്ചസിദ്ധാന്തങ്ങളും ഊഹാപോഹപടവും. പഞ്ചസിദ്ധാന്തം എന്ന് പറയുന്നത് വരാഹമിഹിരൻ്റെ പഞ്ചസിദ്ധാന്തികയാണ് ബേസ് ചെയ്ത് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഗോളം എന്നുള്ള തലത്തിൽ നോക്കാം, ഗണിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ഊഹാപോഹപ്പെടും ഒബ്സർവേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാത് ദേശകാലങ്ങളിലുള്ള ആ കാലഘട്ടത്തിൽ ഡെവലപ്പായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. ഇപ്പോൾ 1990കളിൽ ജ്യോതിഷം നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ കാര്യങ്ങളെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ ആൾക്കാരുടെ കാര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ഓരോ സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു ഒബ്സർവേഷൻ ഉണ്ടാവണം. ഇപ്പോൾ 2025 2025 ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് മനുഷ്യൻ ഇവോൾവായിട്ട് വരുന്ന ദേശകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ടാവണം. അപ്പോഴേ മാത്രമേ നല്ലൊരു ഊഹാപോഹപടുവാൻ പറ്റത്തുള്ളൂ. ഒബ്സർവേഷൻ സ്കിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരാൾ, അതിപ്പം ജ്യോതിഷത്തെ എതിർക്കുവോ അല്ലെങ്കിൽ സൈക്കോളജി എതിർക്കുവോ, അല്ലെങ്കിൽ ഞാൻ ഈ ശാസ്ത്രങ്ങൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, സൈക്കോളജി ഒന്നുമല്ല, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രമൊന്നുമല്ല, എല്ലാം മനുഷ്യൻ്റെ തന്നെ കണ്ടുപിടുത്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഓരോ ബോധതലത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചുള്ള വളർച്ചാ ശാസ്ത്രത്തിനും അതിൻ്റെതായ പരിമിതി അതിനും ഉണ്ടാവും, ഏതിനും ഉണ്ടാവും. ഭൗതികമായ ദ്വൈതമായിട്ടുള്ള എല്ലാത്തിനും അഭേദമായിട്ടുള്ള തലത്തിലുള്ളതുപോലെയല്ല ഭേദതലത്തിലുള്ളതുപോലെയല്ല അഭേദമായ തലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ദ്വൈതമായിട്ടുള്ള എല്ലാത്തിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിപ്പം ഈവൻ ഒരു ഗ്രന്ഥം പഠിച്ചാൽ പോലും അതിൻ്റെ ആത്യന്തികമായ തത്വം നമ്മൾ അറിയണമെങ്കിൽ ആ എഴുതിയ ആളുടെ നിലവാരത്തിനനുസരിച്ച് നമ്മൾ ഉയരണം എന്നുള്ളതാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ജ്യോതിഷികളാണെങ്കിൽ പോലും ആ ശാസ്ത്രം ശ്ലോകം ചെല്ലാനും അത് പഠിക്കാനും വേണ്ടി മാത്രം ബലം പിടിക്കുമ്പോൾ അത് മാത്രം പോരാന്ന് പ്രശ്നമാർഗത്തിൽ പ്രശ്നമാർഗം കേരളത്തിൻ്റെ ഒരു ബൈബിൾ ആയതുകൊണ്ട് പറയുന്നത്, കേരളത്തിൻ്റെ ഒരു മഹാഭാരതം പോലെ കൊണ്ടു നടക്കുന്ന ഒരു ഗ്രന്ഥമായതുകൊണ്ട് പറയുന്നതാണ്. പ്രശ്നമാർഗവും വരാഹമിഹിരൻ്റെ ഹോരയും, ഹൃദ്യവധ എന്ന് പറഞ്ഞ കൈക്കുളങ്ങര രാമവാര്യരുടെ ഹോരാശാസ്ത്രവും പ്രശ്നമാർഗം എന്ന് പറയുന്ന ഈ 2 ഗ്രന്ഥങ്ങളും ജ്യോതിഷന്മാർ, പാരമ്പര്യ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരുടെ 2 കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൽ പ്രശ്നമാർഗത്തിൽ ദൈവജ്ഞ ലക്ഷണം എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ ദൈവജ്ഞനെക്കുറിച്ച് പറയുമ്പം ഈ അനേക ഹോര തത്വജ്ഞൻ മാത്രമായാൽ പോരാ, പഞ്ചസിദ്ധാന്തിക എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ആർക്കൈവ്സിനകത്ത് അത് കിട്ടും, വരാഹമിഹിരൻ്റെയാണ്. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതുണ്ട്.
മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് നാലപ്പാടിൻ്റെ ഒരു ഗ്രന്ഥം ഉണ്ടെന്ന് തോന്നുന്നു. അതല്ലാതെ ഇംഗ്ലീഷിലും പഞ്ചസിദ്ധാന്തത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്, വാങ്ങിച്ച് പഠിക്കാം. പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഗണിതങ്ങളെക്കുറിച്ചാണ് അത് കൂടുതലും പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ അനവധി ഗണിത ഗ്രന്ഥങ്ങളുണ്ട്. അതായത് സ്പെറിക്കൽ അസ്ട്രോണമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനവധി ഗണിതങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സ്ഫുടങ്ങൾ വെച്ചിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒബ്സർവേഷൻ വെച്ചിട്ട് ഒരാൾക്ക് തന്നെ സ്വയം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന അനവധി വിഷയങ്ങൾ അതിനകത്തുണ്ട്. റിസർച്ചിനുള്ള ഇത് അതിനകത്തുണ്ട്. ഇതുണ്ടെങ്കിൽ പോലും ഊഹാപോഹപടുവായിരിക്കണം. പഠിച്ച് ഇത്രയും കഴിവുണ്ടെങ്കിൽ മാത്രം പോരാ ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതിന് ഊഹാപോഹപടുവായിരിക്കണം. അതായത് ദേശകാല അടിസ്ഥാനത്തിൽ അതിനെ ഉപയോഗിക്കാൻ അറിയണം. ഇപ്പം ഒരാൾ വാഹനം എടുക്കാൻ വരുമ്പോൾ 1910 കാലഘട്ടത്തിലാണെങ്കിൽ അയാളുടെ വാഹനം ചിലപ്പോൾ കുതിരയോ അല്ലെങ്കിൽ കാളവണ്ടിയോ അല്ലെങ്കിൽ കുതിരവണ്ടിയോ ഒക്കെ ആയിരിക്കും. ഇപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം 2025 ആ വിഷയം പറയുമ്പോൾ വാഹനം എടുക്കാൻ പറയുമ്പോൾ അയാളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഏത് വാഹനമാണ് അയാൾക്ക് ഉതകുന്നതെന്ന് പറയാൻ ദേശകാലങ്ങൾക്കനുസരിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പം വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിക്കുമ്പം 2000 അല്ലെങ്കിൽ 1940കളിൽ പഠിക്കാൻ പോകുന്ന സമയത്തൊരു ജ്യോതിഷൻ അയാളുടെ 2ാം ഭാവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് അയാൾക്ക് ഇന്ന വിദ്യകൾ ചേരും എന്ന് പറയുമ്പം വിദ്യയ്ക്ക് ഒരു യോഗമുണ്ടെങ്കിൽ അതാണ് പറയുന്നത്. അത് വരുന്നവർക്ക് ഒരു ചോദ്യവും കൂടെ അറിയണം, ഇയാളെ ഏത് വിദ്യയ്ക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. അത് ജ്യോതിഷൻ്റെ ഒബ്സർവേഷൻ സ്കില്ലാണ്. ജ്യോതിഷ ശാസ്ത്രപരമായിട്ട് പറയുന്നതിൻ്റെ ഭാവത്തിനും തൽപ്പതിക്കും കാരകാഖ്യ ഗ്രഹത്തിനും 3 പേർക്കും ബലമുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് വിദ്യയിൽ കഴിവുണ്ടാവും. പിന്നെ ആ ഏതൊക്കെ ഗ്രഹങ്ങളാണെന്നുള്ളത് അതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് വെച്ചിട്ട് ഏത് വിദ്യയിലേക്ക് ഇയാളെ വിടണം എന്നുള്ളത് ആ ജ്യോതിഷൻ്റെ അറിവിൻ്റെ പരിധിയാണത്. അയാൾ എത്രത്തോളം ഈ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള കാരകത്വ വിഷയങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നോ അത്രത്തോളം അയാൾക്കതിൻ്റെ ഒരു ഗുണമുണ്ടാകും. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട്. അപ്പോൾ അനേകഹോര തത്വജ്ഞനായി നമ്മൾ പഠിച്ചു. നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ മേടിച്ച് പഠിക്കുന്നുണ്ട്, ഒരുപാട് റിസർച്ചുകൾ നോക്കുന്നുണ്ട്, പഞ്ചസിദ്ധാന്തം ഗണിതക്രിയകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വളരെ കാൽക്കുലേറ്റീവായിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊഹാപോഹപടവുമായി ഒബ്സർവേഷൻ സ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ശാസ്ത്രങ്ങളെയും പഠിച്ച് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ചിന്താധാരകളെക്കുറിച്ചൊക്കെ പഠിച്ചു വെക്കാം. നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം 2035 ആകുമ്പോൾ ഇതായിരിക്കത്തില്ല അവസ്ഥ. ഇപ്പോഴത്തെ ന്യൂജൻ അല്ലെങ്കിൽ ജെൻസി എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരുടെ മിഡ് ലൈഫ് ക്രൈസിസുകളിലേക്കും മിഡ് ലൈഫിലേക്കും വരുമ്പം അവരെന്തായിരിക്കും അനുഭവിക്കാൻ സാധ്യതയുള്ളതെന്നുള്ളത് ആലോചിച്ച് വെച്ചിട്ട് അത് അവരുടെ ഗ്രഹനിലയുമായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ഫലം പറയാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഊഹാപോഹപടുവാവണം. അപ്പോൾ ഒബ്സർവേഷൻ സ്കില്ലുള്ള ഒരാളുടെ ഇൻഫറൻസ് കറക്റ്റായിരിക്കും. അതിലൊരു സംശയമില്ല അതിനകത്ത്. അതായത് വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ ചെയ്താൽ അത് ഗുണമായി വരും. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു ജ്യോതിഷിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? സിദ്ധമന്ത്രജ്ഞനായിരിക്കണം. ജാതകം നോക്കാൻ. ഇന്നത്തെ കാലത്ത് ജ്യോതിഷം പഠിക്കുന്നവർ രസത്തിന് പഠിക്കുന്നവരാണ്. രസത്തിനെങ്കിലും പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പക്ഷേ വളരെ കൃത്യമായിട്ട് ഇതൊരു വളരെ ഗൗരവമുള്ളൊരു ശാസ്ത്രമാണ്. അത് ചുമ്മാ തമാശയ്ക്ക് പഠിച്ച് കളയേണ്ടതല്ല. ഒരു ചുമ്മാതെ ഒരു സൈക്കോളജി കാണുന്ന പോലെയല്ല ഇതിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത് സിദ്ധമന്ത്രജ്ഞ എന്ന് പറയുന്നത്. സിദ്ധമന്ത്രജ്ഞനായിട്ടുള്ള ഒരാൾ വേണം ജാതകം നോക്കാൻ. അനേകഹോര തത്വജ്ഞ പഞ്ചസിദ്ധാന്ത കോവിത ഔഹാപോഹപടു സിദ്ധമന്ത്രജ്ഞനാദി ജാതക. അപ്പം സിദ്ധമന്ത്രജ്ഞനായിരിക്കണം ജാതകം നോക്കണം. അപ്പം അതിനെന്ത് വേണം? നിഷ്ഠയുള്ള ആളായിരിക്കണം, വ്യക്തിശുചിത്വമുള്ള ആളായിരിക്കണം. കഴിയുന്ന പോലെ എല്ലാം തികഞ്ഞ മനുഷ്യർ ജാതകം നോക്കാൻ നിന്ന് കഴിഞ്ഞ് ഈ ലോകത്ത് ജാതകം ഉണ്ടാവില്ല. കാരണം അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ലോകമാണ് ഭൂലോകം എന്ന് ഈ ശാസ്ത്രങ്ങളെല്ലാം പറഞ്ഞ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ഋഷിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അപൂർണതകളുണ്ടാകും, കുറേ പ്രശ്നങ്ങളുണ്ടായി. എന്നാലും ഒരു ടീച്ചർ ആവാനൊരു യോഗ്യതയുണ്ട്, ഒരു ഗുരു ആവാനുള്ളൊരു യോഗ്യതയുണ്ട്, ഒരു ഡ്രൈവർ ആവാനുള്ളൊരു യോഗ്യതയുണ്ട്, ഒരു ക്ലർക്ക് ആവാനൊരു യോഗ്യതയുണ്ട്, ഒരു എഞ്ചിനീയർ ആവാനൊരു യോഗ്യതയുണ്ട്, ഒരു ആർട്ടിസ്റ്റ് ആവാനുള്ള യോഗ്യതയുണ്ട്. ആ കിട്ടിയ കഴിവുകളെ, നമുക്ക് കിട്ടിയിട്ടുള്ള ആ ജ്ഞാനത്തെ നിരന്തരമായിട്ട് പുതുക്കിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന് നിഷ്ഠ. രണ്ടാമത്തെ എന്താ? നല്ലൊരു ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിച്ച് ഉപാസനാദി വിഷയങ്ങളെ പഠിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ഉയർന്ന തലത്തിൽ. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല, എല്ലാവരും ഒരേ സാഹചര്യത്തിലാവണമെന്നില്ല.
എന്നിരുന്നാൽ പോലും ഒരു ഗുരുമുഖത്ത് നിന്ന് ആ വിദ്യ കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പം ഉഡായിപ്പ് കുരുക്കന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മന്ത്രോപദേശം കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോടികൾ ലക്ഷങ്ങൾ മുടക്കിയാൽ ശ്രീവിദ്യോപാസന, പഞ്ചദശി മന്ത്രം, ശ്രീചക്ര പൂജ, ഭൈരവ പൂജകളുടെ വ്യത്യസ്തമായ തലങ്ങൾ, ചാത്തൻ സേവകൾ, വിഷ്ണുമായ കുട്ടിച്ചാത്തനെ കുറിച്ച് പഠിക്കാൻ ഇത്ര 1000 രൂപ നിങ്ങൾ മുടക്കിയാൽ മതി, അതിൻ്റെ ഫലം ഉണ്ടാവും. ഇങ്ങനെ ബിസിനസ്സുകളുടെ ഒരു ലോകത്ത് മുന്നോട്ട് പോകുമ്പം ഏതെങ്കിലും ഒരു സദ്ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിച്ച് നിഷ്ഠയോടുകൂടി അവർ പറയുന്ന വിദ്യ ഒരു സംശയമില്ലാതെ ദിവസം ഒരു 24 മിനിറ്റെങ്കിലും ചെയ്യാൻ പറ്റുക. ഇനി അതിന് കഴിയുന്നില്ല, സിദ്ധമന്ത്രജ്ഞനാവാൻ മന്ത്രസിദ്ധിയൊന്നും എനിക്കില്ല, എനിക്കതിന് ഗുരുക്കന്മാരെ കിട്ടിയിട്ടില്ല, വിഷമിക്കണ്ട. ഋഷിമാർക്ക് ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു സഹസ്രനാമം, നിങ്ങളുടെ ഇഷ്ടദേവതയുടെ ഒരു സഹസ്രനാമം നിത്യേന ജപിക്കാൻ ശീലിക്കുക എന്നുള്ള. ലളിതാ സഹസ്രനാമമാണെങ്കിൽ ശ്രീമാതാ എന്ന് തുടങ്ങി അതിൻ്റെ 1000 നാമങ്ങൾ കൃത്യമായിട്ട് ജപിക്കുക. ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, സമയക്കുറവുണ്ട്, അതുകൊണ്ട് ഈ ലളിതാ സഹസ്രനാമത്തിന് ആദ്യത്തെ 10 നാമം വെച്ചിട്ട് ഞാൻ ഡെയിലി ഒരു 10 നാമം വെച്ച് ജപിച്ചാൽ മതിയോ? അത് പാടില്ല. ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ശിവസഹസ്രനാമം അല്ലെങ്കിൽ നരസിംഹ സഹസ്രനാമം, മൃത്യുഞ്ജയ സഹസ്രനാമം, അഘോര സഹസ്രനാമം, കാളി സഹസ്രനാമം എന്നൊക്കെ പറയുന്നത് ഇതൊരു മാലാമന്ത്രം പോലെയാണ്. അതുകൊണ്ട് തന്നെ അത് തുടങ്ങിയാൽ അതുകൊണ്ടാണ് അതിന് സഹസ്രനാമം എന്നുള്ളൊരു പേര്. ദശനാമം, 10 നാമം ജപിക്കാനുള്ള മന്ത്രങ്ങൾ നാമം വേറെയുണ്ട്, അതിനെ ദശനാമി എന്ന് പറയും. ദശനാമം ജപിക്കാം, അല്ലെ ദ്വാദശനാമം 12 നാമമുള്ളത്, അല്ലെ അഷ്ടോത്തര ശതം 108 ഉള്ളത്. സഹസ്രനാമം എന്ന് പറയുമ്പോൾ സഹസ്രനാമം മുഴുവനായി ജപിക്കണം. അതിനൊരു 10-24 മിനിറ്റ് എടുക്കും. എന്നെ കൺസൾട്ട് ചെയ്യുന്ന എല്ലാവർക്കും, എന്നെ ഇന്ന് വരെ കൺസൾട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, അവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു സ്തുതി, മിക്കതും ഞാൻ ദേവിയുടെയാണ് അയച്ചു കൊടുക്കുന്നത്. അത് ഞാൻ തുടങ്ങിയത് ദേവി മഹാത്മ്യം 11-ാം അധ്യായത്തിൽ നിന്നുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആധ്യാത്മിക കളരി ആരംഭിക്കുന്നത് എന്നുള്ളത് കൊണ്ടും, കുട്ടിക്കാലം മുതലേ ആ 11-ാം അധ്യായത്തിലെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ എന്നുള്ള ആ ശ്ലോകം, ആ മന്ത്രം, ആ നാമമന്ത്രം സർവ്വദേവീ ക്ഷേത്രങ്ങളിലും എൻ്റെ വീട്ടിലും നാമം ചെല്ലുന്ന സമയത്ത് അമ്മുമ്മയായാലും അമ്മയായാലും ഒക്കെ ചെല്ലുന്നത് കേട്ട് വളർന്നത് കൊണ്ട് അതിനുശേഷം 11-ാം അധ്യായത്തിലെ നാരായണീ സ്തുതിയിലൂടെയാണ് എൻ്റെ ആധ്യാത്മിക ജീവിതം കൃത്യമായ പാറ്റേണിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എത്തുന്നത് കൊണ്ടും തന്നെ മിക്ക ആൾക്കാരും വരുന്നതിലൊരു 99.99% ആൾക്കാർക്കും, എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരുന്ന എല്ലാവർക്കും ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ നാമം ജപിക്കുക, എന്നിട്ട് ഈ പരിഹാരങ്ങളും ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ജീവിതം ചിട്ടയാക്കുക, നിങ്ങളുടെ ശരീരം നിങ്ങൾ ചിട്ടയാക്കുക, നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളും കടമകളും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിത്തുടങ്ങും. അവിടെ എന്തെങ്കിലും ആ മാറുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾക്കുള്ള വഴിയും കൂടെ പറഞ്ഞു കൊടുത്തായിരിക്കും വിടുന്നത്. അപ്പം ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ വിദ്യാർത്ഥികൾ, ഇത് കാണുന്നവർ നാരായണീ സ്തുതിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിഷ്ണു സഹസ്രനാമമോ വിഷ്ണു കവചമോ, നിങ്ങൾക്ക് എന്താണോ ഏറ്റവും സന്തോഷമായി തോന്നുന്നത്, ഏത് ദേവതയോടാണ് നിങ്ങൾക്ക് ഏറ്റവും അടുപ്പം തോന്നുന്നത്, ആ ദേവതയ്ക്ക് ഇഷ്ടമുള്ള അല്ല ആ ദേവതയെ സ്തുതിക്കുന്ന എന്തെങ്കിലും സ്തുതികൾ ചെയ്യുക. അപ്പം ആ ദേവതയെ സ്തുതിക്കണോ, പാടി പുകഴ്ത്തണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ നിങ്ങളൊരു ദേവതയെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ദേവതയുമായിട്ടൊരു ആ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പം നിരന്തരമായി നിങ്ങൾ ദേവതയെ ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമൽ സിംഹാസനേശ്വരി, ചിദഗ്നികുണ്ഡ സംഭൂത, ദേവകാര്യ സമുദ്ധിത എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിരന്തരമായിട്ട്, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമോ അല്ലെങ്കിൽ ശിവസഹസ്രനാമോ അല്ലെങ്കിൽ സർപ്പസൂക്തമോ, നമോസ്തു സർപ്പേഭ്യോ എന്ന് തുടങ്ങുന്ന സർപ്പസൂക്തമോ ഏതുമായിക്കോട്ടെ, അല്ലെങ്കിൽ ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്ര എന്ന് തുടങ്ങുന്ന നാരായണീ സ്തുതിയോ, ഇതിൻ്റെ അർത്ഥമറിഞ്ഞ് നിരന്തരമായി നിങ്ങൾ ജപിക്കുമ്പം, നിരന്തരമായി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിരന്തരമായിട്ട് ആ ഒരു താതാത്മ്യ ഭാവത്തോട് കൂടിയിട്ടുള്ള, സമർപ്പണത്തോട് കൂടിയിട്ടുള്ള ജപം ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ
ഉള്ള സദ്ഗുണങ്ങൾ ഉണരുകയും, ശ്രീമാത എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ മാതൃത്വം, ദേവി തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിലെ മാതൃത്വം ഉണരും. മഹാരാജ്ഞി എന്ന് പറയുമ്പോൾ ഞാനാണല്ലേ, അപ്പോൾ എൻ്റെ ഉള്ളിലെ മഹാരാജ്ഞിത്വം ഉണരും. അല്ല, നമ്മുടെ ഉള്ളിലും ഒരു മഹാരാജ്ഞി സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഒരു രാജകീയ സ്വഭാവമുണ്ട്, അത് ഉണരും. ശ്രീമൽ സിംഹാസനേശ്വരി, ആ സിംഹാസനേശ്വരിയായി ഇരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്താണോ അതെല്ലാം ഉണരും. അത് വിഷ്ണു സഹസ്രനാമമാണ്. വിഷ്ണുർ വഷട്കാരം എന്നൊക്കെ പറയുമ്പം, ഞാൻ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് 26-27 വയസ്സേ ഉള്ളൂ. ആ പ്രായത്തിൻ്റെ പക്വത അറിവ് കൊണ്ട് ആണെങ്കിൽ പോലും ഏകദേശം 100 മണിക്കൂറോളം ഉള്ള ഒരു വിഷ്ണു സഹസ്രനാമം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലുണ്ട്, തുടക്കകാലത്ത് ചെയ്ത്. അപ്പം അതിൽ ഓരോ നാമം പഠിക്കുമ്പോഴും അല്ല ഓരോ നാമങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ വിഷയത്തോട് താതാത്മ്യം പ്രാപിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ സുഖം ഇങ്ങനെ വരും. ഏതുപോലെയാണോ നമ്മളൊരു സിനിമ കാണുമ്പം അതിൽ ലയിച്ചിരുന്ന് കാണുന്ന സമയത്ത്, പൂർണ്ണ സമർപ്പണത്തോടു കൂടി ഇരുന്ന് കാണുന്ന സമയത്ത് അതിലെ കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ, സന്തോഷമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ലാലേട്ടൻ അല്ലെ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമ, ചിത്രം പോലുള്ളൊരു സിനിമയൊക്കെ കണ്ടിട്ട് അതിൻ്റെ ക്ലൈമാക്സിൽ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് നമ്മളുമായിട്ട് ആ കഥാപാത്രത്തിനോ ഇതിനോ ഒരു ബന്ധവുമില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങിൽ വരും ഇല്ലേ. അതേപോലെ അദ്ദേഹം ചെയ്തിട്ടുള്ള പല തമാശ സീനുകളും കാണുമ്പം, അല്ലെങ്കിൽ ജഗതി ശ്രീകുമാർ ചെയ്യുന്ന ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻസിലൊക്കെ വരുന്ന പല സീനുകൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലറിയാതെ നമ്മൾ ചിരിക്കുന്നു. അതെങ്ങനെയാണ്, നമ്മൾ അതിനോട് ലയിച്ചിരുന്ന് കാണുമ്പോൾ, പെർഫോമൻസിൽ ഇരുന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ആനന്ദം വരുന്നു. അപ്പോൾ ഹാസ്യമായാലും നവരസങ്ങളിലൂടെയാണ് ജീവിതം പോകുന്നത്. അപ്പം ഏതെങ്കിലുമൊക്കെ രസങ്ങൾ നമ്മളത് ആ താതാത്മ്യത്തോടു കൂടി കാണുമ്പോൾ വരും. അതേപോലെ തന്നെ പൂർണ്ണ സമർപ്പണത്തോടു കൂടി നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്, നിരന്തരമായിട്ട് ആ താതാത്മ്യത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ സദ്ഗുണങ്ങൾ വളരുകയും ഉണരുകയും നമ്മളതിനെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അതൊരു കാര്യം കൂടെ അതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് സാധന ചെയ്യാൻ തുടങ്ങി എടുത്തു വെച്ച് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഒരാൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു മരവിപ്പ് വരും, അല്ലെങ്കിൽ ഒരു മടുപ്പ് വരും. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിൻ്റെ അത്ര ഒരു സുഖം കിട്ടുന്നില്ല എന്ന് തോന്നുന്നൊക്കെ സമയത്ത് വരും. എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴപ്പം നമ്മൾ സന്തോഷത്തോടുകൂടി തുറന്ന മനസ്സോടുകൂടി എന്നും ആ പുതുമയോടുകൂടി, ഏതുപോലെയാണോ നമ്മുടെ മുഖം നമ്മളുടെ കണ്ണാടിയിൽ കാണുമ്പം എന്നും പുതിയതായിട്ട് കാണാൻ നമ്മൾ നോക്കുന്നത്, എത്ര കണ്ടാലും മടുക്കാത്ത നമ്മുടെ മുഖം, ഇന്നും കണ്ട് വർഷങ്ങൾക്ക് മുമ്പും കണ്ടിരുന്ന, അവസാന കാലം വരെ നിരന്തരമായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മുഖം ഏതുപോലെയാണോ നമ്മൾക്ക് മടുക്കാത്തത്, അതുപോലെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈശ്വര ശക്തിയെ മനസ്സിലാക്കാൻ, നമ്മുടെ ഉള്ളിലേക്ക് കയറി നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? താതാത്മ്യ മനോഭാവത്തോടുകൂടി അതിനോട് താതാത്മ്യം വന്ന് ചേർന്ന് ഇരുന്നു കൊണ്ട്, എമ്പത്തറ്റിക്കൽ റീഡിങ് അതിനോട് ചേർന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അറിയാതെ കാലക്രമേണ പഠിച്ച് കാലക്രമേണ ഒരു മെറ്റമോർഫോസിസ്, ഹ്യൂമൻ മെറ്റമോർഫോസിസ്, അതായത് അവാന്തരമായിട്ടുള്ളൊരു പരിണാമം നമുക്ക് സംഭവിക്കും. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ബ്രെയിൻ ഒക്കെ അതിനനുസരിച്ച് മാറിയാൽ, ആ പ്ലാസ്റ്റിസിറ്റി കൃത്യമായിട്ട് റീവെയർ ചെയ്ത് കൃത്യമായിട്ട് വന്ന നിഷ്ഠയോടും ചിട്ടയോടും കൂടി ചെയ്യുകയും ആ ഭക്തിയോടുകൂടി ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ആത്മാവിനുള്ളിലെ സുഖം അനുഭവിക്കുകയും അത് മനസ്സിലാക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിലെ കെമിക്കൽസ് കൊണ്ട്, കെമിക്കൽസ് നല്ല രീതിയിലുള്ള കെമിക്കൽസൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നാച്ചുറലി നമ്മൾ നേച്ചറിലെ നല്ല കാര്യങ്ങൾ ഒരുപാട് കാണാൻ തുടങ്ങുകയും നമുക്ക് വല്ലാണ്ട് മാറ്റം വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ബ്രെയിൻ സയൻറ്റിസ്റ്റുമാരും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളും അല്ലെങ്കിൽ പുതിയ ആൾക്കാരെല്ലാം മോഡേൺ എന്ന് പറയേണ്ട, അതൊരു ആപേക്ഷികമായ കാര്യമാണ്. ഓരോ കാലത്ത് ഓരോന്നാണ് മോഡേൺ. അപ്പോൾ പുതിയ റിസർച്ചുകൾ, പുതിയ ആൾക്കാരും മെഡിറ്റേഷനെയും പ്രാർത്ഥനയും അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആവുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നത്. അങ്ങനെ മടി പിടിച്ചാൽ അങ്ങനെ ബ്രെയിൻ അങ്ങനെയാവും, അതങ്ങനെ ശീലമാവും.
ആ ഒരു ഫോഗിലേക്ക് പോവും. നമുക്കൊരു ഇരുട്ടിലേക്ക് നമ്മൾ വീണു പോകും. അപ്പോൾ ആ സിസ്റ്റമാറ്റിക്കിലേക്ക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, നല്ല ഭക്ഷണം, എന്ത് കഴിക്കുന്നു അത് തന്നെയാണ് നമ്മൾ. ഇപ്പോൾ ചോദിക്കും, ഇറച്ചി കഴിച്ചാൽ ഞാൻ ഇറച്ചിയാണോ, പച്ചക്കറി കഴിച്ചാൽ ഞാൻ പച്ചക്കറിയാണോ? അങ്ങനെയല്ല, അതിനുള്ളിലെ ഇത് എഫക്റ്റ് ചെയ്യും. വിഷം കഴിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അത് ഉറപ്പ് തന്നെയാണ്. അത് നല്ല ഡോക്ടർമാരും നല്ല അറിവുള്ളവരും പറഞ്ഞു തരികയും ചെയ്യും. നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത്, നിങ്ങളുടെ ശരീരത്തിന് എന്താണോ യോജിച്ചത്, നിങ്ങളൊരു കെമിക്കൽ കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിന് ചേരുന്ന കാര്യങ്ങൾ അതിലേക്ക് വിട്ടാൽ മാത്രമേ അതിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ ചേരത്തുള്ളൂ. ചേരാത്തതാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കും, റിയാക്ഷൻസ് ഉണ്ടാക്കും, അത് നെഗറ്റീവായിട്ട് വരും, ബുദ്ധിമുട്ടുകൾ വരും. അപ്പം നിങ്ങളുടെ ശരീരത്തിന് ചേരുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം പലതും ഉണ്ടാകും മനസ്സിന്. പക്ഷേ നിങ്ങളുടെ ശരീരത്തിന് എന്താണോ ചേരുന്നത് അത് കഴിക്കുക, ആ ജീവിത സാഹചര്യങ്ങളുണ്ടാക്കുക. അതുപോലെ തന്നെയാണ് മന്ത്രവും ഉപാസനയും. നിങ്ങൾക്ക് ചേരുന്നത് എന്താണോ അതാണ് എടുക്കേണ്ടത്. അനേകായിരം ഉപാസനാ പദ്ധതികളുണ്ട്, യോഗ സമ്പ്രദായങ്ങളുണ്ട്, തന്ത്ര സമ്പ്രദായങ്ങളുണ്ട്. തന്ത്രത്തിന് മന്ത്ര ഉപാസനയുടെ എന്താ പറയുക, എൻസൈക്ലോപീഡിയ ഓഫ് മന്ത്രാസ് എന്ന് വേണം തന്ത്രത്തിൻ്റെ പല ഗ്രന്ഥങ്ങളെയും വിളിക്കാൻ. കാരണം ആയിരക്കണക്കിന് പദ്ധതികളാണ്, ലക്ഷോപലക്ഷം പദ്ധതിയാണ്. ഇതിലേതെടുക്കും? ഈ പദ്ധതികളൊക്കെ വായിച്ചു തീരാൻ തന്നെ ഒരു ജന്മം പോരാ. അപ്പോൾ ഏതെടുക്കും? അപ്പോൾ അതാ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം മതി, അത് എടുത്ത് നമ്മൾ ചുവമായിട്ട് ചേരുന്നതായിരിക്കണം. അതിനെ എടുത്ത് ഭക്തിയുടെ തലം മതി തുടക്കം. മന്ത്രത്തിൻ്റെ തലത്തിലേക്കൊക്കെ എത്തി വലിയ വലിയ ഷോർട്ട് കട്ടുകളൊന്നും ഫൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ കാലമാകുമ്പം നിങ്ങൾക്ക് അതിന് യോഗം ഉണ്ടെങ്കിൽ ഗുരു വന്ന് ചേർന്നോളും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു നാമം ജപിക്കാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കതിൽ മന്ത്രസിദ്ധി വരികയും ചെയ്യും, അതിലൊരു അടുപ്പം വരികയും ചെയ്യും കാലക്രമേണ. അങ്ങനെ ഒരാൾ അവർ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അവർക്ക് കാണാൻ കഴിയും. അത് സത്യമുള്ളൊരു കാര്യമാണ്. കാരണം അവർ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലേക്ക് എത്തും, വളരെ ഫോക്കസ്ഡ് ആവും, മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഒരുപാട് സുഖങ്ങൾ, മനസ്സിന് സന്തോഷവും ഒരുപാട് മനസ്സിന് സുഖം തരുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ തുടങ്ങും. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും, സ്വന്തം ജീവിതത്തോട് തന്നെ ഒരു നന്ദി ഉണ്ടാവും, പ്രകൃതിയോടും ഈശ്വരനോടും തൻ്റെ ശരീരത്തിന് കാരണമായിട്ടുള്ള പിതൃക്കളോടും അച്ഛനമ്മമാർക്കും മുന്നോട്ടുള്ള തലമുറകളോടും ഒക്കെ ഒരു സമർപ്പണമുണ്ടാവും. ഇതെൻ്റേത് മാത്രമല്ല, ഈ പ്രപഞ്ചം, ഈ ചുറ്റുപാടുമുള്ളതെല്ലാം ഞാനുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതാണെന്നുള്ള നമ്മുടെ സിസ്റ്റത്തെ മനസ്സിലാക്കുമ്പം അതിനോടും ഒരു ഇത് വരും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നമ്മളോട് സ്നേഹം വരാൻ എന്ത് ചെയ്യണമെന്ന്. നമ്മളോട് സ്നേഹം വരാൻ ഒന്നും ചെയ്യണ്ട, നമ്മൾ നമ്മളെ സ്നേഹിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് നമുക്ക് ആ ഒരു സ്നേഹം ഉണ്ടായാൽ മതി. നാച്ചുറലി നമ്മളോടെല്ലാവർക്കും സ്നേഹം വരും. അല്ലാതെ PR വർക്ക് ചെയ്ത് സ്നേഹം കൂട്ടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്താലോ, PR വർക്കുകൾ ചെയ്ത് നമ്മളൊരു കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാലും അതൊരു ബിസിനസ്സാണ്. അത് മോശമൊന്നുമല്ല, അതൊരു വൈശ്യ സ്വഭാവമാണ്, വൈശ്യ രീതിയാണത്, വൈശ്യധർമ്മത്തിൻ്റെ പെടുന്നത് തന്നെയാണത് മാർക്കറ്റിംഗ്, വിളംബരം എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും കോറില്ലെങ്കിൽ ആ ബിസിനസ് ചെയ്ത് PR വർക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിന്, പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അധികകാലം അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം വിളംബരം ചെയ്യുന്ന വിഷയത്തിന് ആ ഒരു ക്വാളിറ്റി, ആൾക്കാർക്ക് വേണ്ട ആ കാര്യം അത് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു ജ്യോതിഷമായാലും ഏത് മേഖലയായാലും കൈകാര്യം ചെയ്യുമ്പം ഈ ജ്യോതിഷി എന്നുള്ള തലത്തിലാണ് ഞാൻ പറയുന്നത്. അനേക ഹോരതത്വജ്ഞ ഹോരാശാസ്ത്രങ്ങളെക്കുറിച്ച് പഠിക്കണം, പഞ്ചസിദ്ധാന്ത കവിത അതിൻ്റെ ഗണിതക്രിയകളെക്കുറിച്ച് പഠിക്കണം, ഊഹാപോഹപടു ഒബ്സർവേഷൻ സ്കില്ലുള്ള ആളായിരിക്കണം. എന്നാലും സിദ്ധമന്ത്രജ്ഞനായിരിക്കുന്ന ഒരാൾ വേണം ജാതകം നോക്കാനും. ഇത് നമുക്കെല്ലാ മേഖലകളിലും, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നമുക്ക് ഉപയോഗിക്കാം. ഈ അനേക ഹോര തത്വജ്ഞ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ പാഷനും പ്രൊഫഷനും എന്തുവാണോ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുക. നിങ്ങളുടെ പാഷനും പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് വർക്കുകളും പേപ്പറുകളും ബുക്സിനെ കുറിച്ചും പഠിക്കുക.
മനസ്സിലാക്കി വെക്കുക. പഞ്ചസിദ്ധാന്ത കോവിത അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഊഹാപോഹപ്പെടും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഏത് മേഖലയിലാണോ വ്യവഹരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ കാലദേശ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഗ്രന്ഥങ്ങൾ മേടിച്ച് പഠിച്ചാലും പ്രാക്ടിക്കലും പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയുന്ന പോലെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. ഒബ്സർവ് ചെയ്യണം, അത് ഇടപെട്ടും അത് എക്സ്പീരിയൻസാണ്. ആ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ നേടിയെടുക്കണം. ഊഹാപോഹപ്പെടും ഒബ്സർവ് ചെയ്തും അതുമായിട്ട് ഇടപെട്ടും അതിൽ നിന്ന് കിട്ടുന്ന കുറേ എക്സ്പീരിയൻസുകളുണ്ട്. ഇപ്പം എനിക്കാണെങ്കിലും ഇപ്പം ഞാൻ പല ഗ്രന്ഥങ്ങളും പരാശരഹോരയാണെങ്കിലും വരാമിഹിരൻ്റെ പല വ്യാഖ്യാനങ്ങളാണെങ്കിലും ഹോര ഗ്രന്ഥങ്ങളുടെ ബൃഹജ്ജാതകത്തിൻ്റെ പല വ്യാഖ്യാനങ്ങളും വായിച്ചിട്ടുണ്ട്. പ്രശ്നമാർഗത്തിൻ്റെ പല വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ പുതിയത് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പല അസ്ട്രോളജി പുസ്തകങ്ങളും പല ആൾക്കാരുടെയും വായിക്കാറുണ്ട്. പലതും ചവറുകളാണ്, പക്ഷെ പലതും നല്ലതുമുണ്ട്. ഇപ്പം ഡേവിഡ് ഫ്രോളിയുടെയൊക്കെ അസ്ട്രോളജി ബുക്സ് എന്ന് പറയുന്നത് മേടിച്ച് വായിക്കേണ്ട ഗ്രന്ഥങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതുപോലുള്ള പുസ്തകങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നിരന്തരമായി വായിച്ചുകൊണ്ടിരുന്നാലും പഠിച്ചുകൊണ്ടിരുന്നാലും നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം ആവില്ല. ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പലപ്പോഴും ആൾക്കാരുടെ ജാതകങ്ങൾ നോക്കുമ്പോഴും ഈ പലപ്പോഴും നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോഴൊക്കെയാണ് എല്ലാം 100% വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ നമുക്ക് നിരന്തരമായി പുതുക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നതാണ്. 100% ഒന്നും വിജയിക്കാൻ പറ്റില്ല, പക്ഷെ ചിലത് 100% വിജയിക്കുകയും ഒരുപാട് പേര് അങ്ങനെ സക്സസ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട്. അതും അനുഭവമുണ്ട്. ഒരുപാട് പേര് വിജയിച്ച് ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞ് അങ്ങൊരാൾ കാരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം മാറ്റം ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലും ഹുക്കാവുണ്ട്, അതും തള്ളിക്കളയാതെ തമ്പുരാൻ്റെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം. പക്ഷേ പരാജയപ്പെട്ടു പോയ കൺസൾട്ടേഷൻസും ഉണ്ട്. ഞാൻ അസ്ട്രോളജി സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങളോടും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നമ്മുടെ കഴിവാണെന്ന് അധികം വിശ്വസിക്കരുത്. കാരണം ആ മുന്നിലിരിക്കുന്ന ആളിൻ്റെ നിയോഗവും ഇതിനെ ഒരുപാട് സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ അവർക്കറിയാനുള്ള യോഗവും കൂടി വേണം. അല്ലെ അവർക്ക് ആ രക്ഷപ്പെടാനുള്ള യോഗവും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് തന്നെ വരും. നമ്മളുടെ ഏരിയ പെർഫെക്റ്റ് ആക്കി ഇരുന്നാൽ പോലും ഒരാൾ രക്ഷപ്പെടുന്നതോ ഒരാൾ പരാജയപ്പെടുന്നതോ നമ്മളുടെ കുഴപ്പം കൊണ്ടോ നല്ലത് കൊണ്ടോ ആണെന്ന് വിശ്വസിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ മുന്നിലേക്ക് വന്ന ധർമ്മം, ഈ ജോലി കൃത്യമായി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, അത് കഴിഞ്ഞു, അതവിടെ തീർന്നു. നമ്മളെ ചെയ്യാവുന്നതിന് മാക്സിമം, ചിലപ്പോൾ നമ്മളെക്കാട്ടിലും നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവും, നമ്മളെക്കാട്ടിലും മോശമായിട്ട് ചെയ്യുന്നവരുണ്ടാവും. അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ നമ്മളുടെ മാക്സിമം നമ്മൾ ആ എഫേർട്ട് ഇട്ട് അത് ചെയ്തു കൊടുത്താൽ, അത് ഏത് ജോലിയിലാണല്ലോ ചെയ്തു കൊടുത്താൽ ഇന്നല്ലേ നാളെ അതിനുള്ളൊരു ഫലം നമുക്ക് വരും എന്നുള്ളതും ഉറപ്പാണ്. എൻ്റെ അടുത്ത് പല തവണ പല ആൾക്കാർ കമൻറ്റുകളിലൂടെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ അസ്ട്രോളജി ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാവരും പ്രൊഫഷണൽ അസ്ട്രോളജേഴ്സ് ആവാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കത്തില്ല ഈ വീഡിയോ കാണുന്നത്. ചിലവർക്കൊരു സന്തോഷത്തിന് കാണുന്നവരായിരിക്കും, ചിലവർക്ക് ഈ വിഷയത്തോടുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് കാണുന്നവരായിരിക്കും, ചിലവർ സീരിയസ് ആയിട്ട് ഇത് പഠിക്കാൻ വേണ്ടി കാണുന്നവരായിരിക്കും, ചിലവർക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഇതൊന്ന് കണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ജീവിതത്തിൽ ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് കാണുന്നവരുണ്ടാവും. ഭിന്ന രുചിറകി ലോക, വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരായതുകൊണ്ട് വ്യത്യസ്തരായിട്ടുള്ള രീതിയിലായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും ഏത് മേഖലയിലൂടെ പോയാലും ഏതൊരു ജീവിത സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെങ്കിലും നിങ്ങൾ ഏത് എന്തിൽ വിശ്വസിക്കുന്നവരായാലും ഏത് സാഹചര്യത്തിലായാലും നിങ്ങൾ സ്പിരിച്വൽ ആവുക എന്നുള്ള, റിലീജിയസ് ആവണ്ട, പക്ഷെ നിങ്ങൾ സ്പിരിച്വൽ ആവണം. സ്പിരിച്വൽ ആയാൽ മതരാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് അതീതമായിട്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ പ്രപഞ്ചം തന്നിട്ടുണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കുമുള്ള അതേപോലെ തന്നെ സ്വാതന്ത്ര്യം നമുക്കുമുണ്ട്. പട്ടിക്കും പൂച്ചയ്ക്കും സർവ്വ ജീവജാലങ്ങൾക്കുമുള്ള അതേപോലത്തെ സ്വാതന്ത്ര്യം നമുക്കുമുണ്ട്. അവർക്കുള്ള സ്വാതന്ത്ര്യക്കുറവ് പോലത്തെ ചില കാര്യങ്ങൾ ആ സ്വാതന്ത്ര്യക്കുറവും നമുക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? സ്പിരിച്വൽ ആവണം, നന്നായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കണം, നന്നായിട്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം, നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, സമാധാനമായിട്ട് മെൻ്റൽ ഹെൽത്ത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധന ചെയ്യണം. അത് ഏത് പ്രാക്ടീസ് ആയാലും കുഴപ്പമില്ല. ഞാൻ
നിങ്ങൾക്ക് ഈശ്വര വിഷയങ്ങളിൽ ഇഷ്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് പ്രാക്ടീസാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്യാം. ഗുരുമുഖത്ത് നിന്ന് പഠിക്കണോ അത് ചെയ്യാം. മെഡിറ്റേഷനാണോ ഇഷ്ടം അത് ചെയ്യാം. എന്തായാലും ഒരു 24 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ, 24 മിനിറ്റെങ്കിലും മിനിമം, അത് മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും ആത്മാർത്ഥമായിട്ട് സാധന ചെയ്യാൻ നോക്കുക. സാധന ചെയ്യുന്നതിനോടൊപ്പം ഇൻട്രോസ്പെക്ഷനും ചെയ്യുക. എന്നാൽ മാത്രമേ ജീവിതത്തിൽ ആ ഒരു മാറ്റം വരാൻ പറ്റൂ. ആ ഇൻട്രോസ്പെക്ഷൻ ചെയ്യാൻ എനിക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടാവണ്, ഞാനിതൊക്കെ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്വയം ജാതകം വിശകലനം ചെയ്യാം. ജാതകം ഒരു കണ്ണാടിയാണ്, കർമ്മഫലത്തിന് നേർക്കുള്ളൊരു കണ്ണാടിയാണ്. അപ്പോൾ എന്തൊക്കെ കുഴപ്പം കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. അല്ലാതെ സാധന ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു സൈഡിൽ കൂടെ ഇതുപോലെ ആസുരികത ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ, സാധന ചെയ്താൽ എന്തോ, സാധന ചെയ്തില്ലായിരുന്നു. മഹിഷാസുരനും ബില്ലാദനും അടക്കം വലിയ ദൈവവിശ്വാസികളായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ടെററിസ്റ്റുകൾക്ക് ഒക്കെ നല്ല ദൈവവിശ്വാസമാണ്. രാവണന് ഭയങ്കര ദൈവവിശ്വാസമായിരുന്നു. പല അസുരന്മാർക്കും, ഭണ്ഡാസുരനും ദാരികനും അടക്കം പല അസുരന്മാരും നമ്മളെക്കാട്ടിലും ഒക്കെ കടുത്ത ദൈവവിശ്വാസികളായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നു എന്നൊരു കാര്യം കൊണ്ട് ഒരാൾ വൃത്തികെട്ടവനാവാതിരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആ കുറവുകളെ നമ്മൾ ബീറ്റ് ചെയ്ത്, തപസ്സാണത്, നമ്മുടെ ഉള്ളിലെ കുറവുകളെ ബീറ്റ് ചെയ്ത് മാറ്റി നമ്മൾ ശുദ്ധതലത്തിലേക്ക് വളരാൻ നമ്മൾ ശ്രമിക്കുന്നതിന് പകരം നമ്മളുള്ള കുറവുകളെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമായിട്ടാണ്, നമ്മുടെ കുറവുകളെ മാസ്ക് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് സ്പിരിച്വാലിറ്റിയെ മാറ്റിയാൽ, ജ്യോതിഷത്തെ മാറ്റിയാൽ എങ്ങനെ, പലപ്പോഴും 7ാം ഭാവത്തിന് ദുരിതം ഉണ്ടെന്നുണ്ടെങ്കിൽ, വിവാഹയോഗം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വലിയ പൊരുത്തമൊക്കെ നോക്കി ചെയ്തിട്ട് ഇവിടെ എൻ്റെ വിവാഹം ഇങ്ങനെ ആയല്ലോ എന്ന് പറയും. നിങ്ങൾക്ക് വിവാഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള യോഗം ഉണ്ടായിരുന്നു. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ എന്തുകൊണ്ട് സുഹൃതം ചെയ്തും ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളെ എന്തുകൊണ്ട് മാറ്റിയില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന വിഷയം രവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് ഈഗോ റിലേറ്റഡ് ആയിട്ട് ഉള്ള ഇഷ്യൂസാണ് രവി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് മാറ്റിയില്ല? അപ്പോൾ 10ൽ 10 പൊരുത്തം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം ശരിയാവില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പം തൻ്റെ കുഴപ്പങ്ങളെ മാസ്ക് ചെയ്യാനുള്ളൊരു പദ്ധതിയായിട്ടല്ല ജ്യോതിഷത്തെ എടുക്കണം. നമ്മുടെ കുഴപ്പങ്ങളെ തിരിച്ചറിയാനും അതിനെ ഉപയോഗിച്ചുകൊണ്ട്, ആ ഐഡിയാസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ജീവിതത്തെ എങ്ങനെ കുറച്ചും കൂടി ഭംഗിയാക്കാം എന്നുള്ളത് അതൊന്നും പറയരുത്. കാരണം അത് എഫേർട്ട് ഇടേണ്ട പണി, അതൊന്നും പറ്റത്തില്ല. അങ്ങനെയല്ല, ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എഫേർട്ട് ഇട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ജീവിതം മാറത്തുള്ളൂ. ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പം അനവധി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ പല കമൻറ്റുകൾക്കും മറുപടി പറയാത്തത് അതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരൊറ്റ വാക്കിൽ പറയേണ്ട വിഷയമല്ല. നിരന്തരമായി നിങ്ങളെ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരെയും അവരവരുടെ ജാതകം നോക്കി മനസ്സിലാക്കി, തങ്ങളുടെ കുഴപ്പങ്ങളെ മനസ്സിലാക്കി, തങ്ങളുടെ നല്ല കാര്യങ്ങളെ മനസ്സിലാക്കി, അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടി സ്വയം പര്യാപ്തമാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എൻ്റെ ഈ വീഡിയോ സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൺസൾട്ടേഷനും കൂടെ കിട്ടിയാൽ എനിക്കും ജീവിച്ചു പോവാം, സന്തോഷമായിട്ട് പോവാം. അപ്പം ആ ഒരു ധനം നിങ്ങൾ ആ കൺസൾട്ടേഷനായിട്ട് അത് വരുന്നത് കൊണ്ടാണ് എനിക്കും ജീവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സർക്കംസ്റ്റാൻസസ് എല്ലാം ഓക്കെ ആയിരിക്കുന്നത്. അപ്പോൾ അവരെയും നോക്കി എൻ്റെ കമ്മിറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ട് എൻ്റെ ബാക്കിയുള്ള സമയമെല്ലാം ഞാൻ ഇതിലേക്ക് റിസർച്ച് ചെയ്യുന്നതും ആ റിസർച്ച് നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നതിൻ്റെയും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വയം പര്യാപ്തത അസ്ട്രോളജിയിൽ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടെങ്കിലും നിങ്ങളുടെ ജാതകം നോക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള സ്വയം തിരിച്ചറിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്ന് പറയും. മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും 7ാം ഭാവത്തിൻ്റെയൊക്കെ ഇത് കണ്ടിട്ട് ഓൾറെഡി സംശയരോഗമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ഇന്ന ഇത് കണ്ടിട്ട് ഭാര്യയെ കൂടുതൽ സംശയിക്കാനല്ല, തിരിച്ച് ഭർത്താവിനെ കൂടുതൽ സംശയിക്കാനുള്ള ഒരു ടൂളായിട്ട് പലപ്പോഴും ഉപയോഗിക്കും. അത് ശുദ്ധ ആസുരികതയാണ്. അത് ഇതില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കും. അതവരുടെ രീതിയാണ്. അതിനൊരു സാധനം മാത്രമാണ്, ഒന്നിന് സ്പിരിച്വലായിട്ട് അവർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂളുകൾ ഉപയോഗിക്കും. അതൊരു മനോരോഗമാണ്. പക്ഷെ അതല്ലാതെ ശരിക്കും മാറണം എന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് ചോദ്യങ്ങളുണ്ടാവും ജീവിതത്തിൽ. ജീവിതത്തിന് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്തുകൊണ്ട് ഞാൻ ഈ സർക്കംസ്റ്റാൻസസിലൂടെ കടന്നു പോകുന്നു,
ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു മേഖലയിലേക്ക് ഞാൻ എങ്ങനെ എത്തിപ്പെട്ടു. ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ള അതൊക്കെ ഒരു സാധാരണ ജീവിത സാഹചര്യത്തിൽ വലിയ സ്വപ്നങ്ങൾ മറ്റ് പല രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന സാധാരണ ചെറുപ്പക്കാരെ പോലെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ ഈ മേഖലയിലേക്ക് എത്തുന്നു, ഇത്രയും ആൾക്കാരെ എനിക്ക് പഠിപ്പിക്കാൻ എങ്ങനെ പറ്റുന്നു എന്നൊക്കെ ഉള്ളത് കുറേ കാലം മുമ്പ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നു എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ചെറുപ്പകാലം മുതലേ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ടാണ് ആ മാറ്റം വന്നത്. ഒരു 18, 19, 20 വയസ്സ് വരെയുള്ള എന്നെ പരിചയമുള്ള ആൾക്കാർക്ക് ഞാനൊരു ഈശ്വരവിശ്വാസിയാണെന്നും അമ്പലത്തിൽ പോകുമെന്നുള്ളതിനപ്പുറമായി ഇതിന് ആവശ്യത്തിനൊക്കെ ഈശ്വരകാര്യങ്ങൾ മതി എന്ന് ചിന്തിച്ചിരുന്ന ഒരാളെ ഒരു 2 വർഷത്തിന് ശേഷം എന്നെ കാണുന്ന ആൾക്കാർക്ക്, എൻ്റെ ഫ്രണ്ട്സിന് കുറേ വർഷത്തേക്ക് എന്നെ ഉൾക്കൊള്ളാൻ തന്നെ പറ്റിയില്ല. ഇവനെന്താ ഇങ്ങനെ, ഇപ്പം ഇതൊക്കെ ശരിയാണോ, അത് ഇവൻ വരെ അന്ന് ഈ സന്തോഷ് മാധവൻ്റെ ഒക്കെ ഒരു വിഷയം നടക്കുന്ന സമയം. അപ്പം ഇവൻ ഇനി സന്തോഷ് മാധവന് പഠിക്കുകയാണോ, അയാൾ ജയിലിൽ പോയത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം എന്താ ഇങ്ങനെ. അപ്പം നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടിങ്ങനെ. ഇതിനെല്ലാം എനിക്ക് ഉത്തരം കിട്ടിയത് ഈ ശാസ്ത്രത്തിലൂടെ. അതുകൊണ്ടാണ് ഇതിലേക്ക് നമ്മളെ വീണ്ടും 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 പിടിച്ചിരുത്താൻ പറ്റും. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോകാൻ പറ്റും. ഇതൊന്നല്ല, എന്തിനായാലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നമ്മളെ അത്രയും ഇൻസ്പയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നു എന്ന് ഉറപ്പുള്ള ഒരു വിഷയമാണെങ്കിൽ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകത്തുള്ളൂ, നമ്മളെ ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ, അത്രയും നമ്മളതിനെ സ്നേഹിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ആ ഒരു പ്രേമം തന്നെയാണ് നമ്മളൊരു ശാസ്ത്രത്തോടും കാണിക്കേണ്ടത്. നമ്മളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത, നമ്മളെ പല തിരിച്ചറിവുകൾ തന്ന, പലരോടും ചോദിച്ചിട്ടും കിട്ടാത്ത ഉത്തരങ്ങൾ കൃത്യമായി കിട്ടിയ ഒരു വിഷയത്തെ കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ അതിനെ നമ്മൾ നിയോഗം എന്നാണ് വിളിക്കുന്നത്. ആ നിയോഗം കൊണ്ട് അങ്ങനെ എത്തി. അപ്പോൾ അത് തിരിച്ചറിഞ്ഞത് ഇങ്ങനെയുള്ള. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും നമുക്ക് തിരിച്ചറിയാനും സ്വയം പഠിക്കാനുമൊക്കെ ഈ ശാസ്ത്രം നമ്മളെ സഹായിക്കും. അതിനു വേണ്ടിയിട്ട് ഈ ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുക, അതേപോലെ തന്നെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, ചുറ്റുപാട് ലോകം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ എന്താ അറിയോ, ധൃതരാഷ്ട്രയെ പോലെ ആയിരിക്കും, നല്ല അറിവുണ്ടാവും, പക്ഷേ എപ്പോഴും ലോകത്തോടൊരു പുച്ഛവും ഇതായിരിക്കും. ഇതെന്താ ഈ ലോകം ഇങ്ങനെയെന്നുള്ളത്. ആലോകേതി ഇത് ലോകം ഇങ്ങനെയാണ്, അതിന് പല ലെയറുകളുണ്ട്, പല രീതികളുണ്ട്, പല തട്ടുണ്ട്. നമ്മുടെ മുന്നിലേക്ക് ഏത് കമ്മ്യൂണിറ്റിയുടെ സാധനങ്ങളാണ് കൂടുതൽ വരുന്നത്, എന്ത് സ്പർദ്ധകളാണ് കൂടുതൽ വരുന്നത്, എന്ത് കാര്യമാണ് ഇപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയവും മതവും എന്തെങ്കിലുമൊക്കെ കുൽസിത വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുമായിരിക്കും ഏറ്റവും കൂടുതൽ മലയാളികൾ കേൾക്കുന്നത്. മലയാള ചാനലിൽ 90% സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വീഡിയോസിനാണ് കൂടുതൽ റീച്ച് ഉള്ളത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം എങ്ങനെ വന്നു, ഇവിടുത്തെ പൊളിറ്റിക്കൽ രീതികൾ എങ്ങനെയാണ്, അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, അപ്പോൾ ഇതിലൊക്കെ ഉള്ളിൽ ഞാൻ പെടണോ, അതിനുള്ളിൽ ഇത് പെടാതെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് പഠിക്കാം. എന്തായാലും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഹ്യൂമൻ ബീങ് ഒരു സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് എക്കാലവും ചെയ്തിരുന്നു, ഇപ്പോഴും ചെയ്യും, നാളെയും ചെയ്യും. എക്കാലവും അതൊക്കെ ഈ പറഞ്ഞ ചുറ്റുപാടുകളെല്ലാം എക്കാലവും ഉണ്ടാകും. അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, നമ്മൾ സ്വയം എക്യുപ്ഡ് ആവുക, മാറുക എന്നുള്ളതേ ഉള്ളൂ. വേറെ വഴിയില്ല, സ്വയം മാറുക എന്നുള്ളതേ ഉള്ളൂ. അതിനെന്ത് വേണം? അതിന് സാധന വേണം, നമ്മളോടൊപ്പം ഇരിക്കണം. നമുക്ക് വളരെ കുറച്ച് ടൈമേ അനുവദിച്ച് ഈശ്വരൻ തന്നിട്ടുള്ളൂ ഈ പ്രകൃതിയിൽ. ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് വരെയുള്ള നമ്മളെ ജീവിതം എന്ന് പറയുന്നത് നിമിഷ നേരം കൊണ്ട് കടന്നു പോകും. നൈമിഷികമാണ്, വളരെ പെട്ടെന്ന് കടന്നു പോകും. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഒരു പോയിന്റിൽ നിന്നൊന്ന് ചിന്തിച്ച് നോക്കി, എത്ര വേഗമെന്നാണ് നിങ്ങൾ കഴിഞ്ഞു പോയ കാലങ്ങൾ കടന്നു പോയത്. അതുപോലെ മുന്നോട്ടുള്ള കാലങ്ങളും വളരെ വേഗം കടന്നു പോകും. അപ്പം നമ്മുടെ പോസിബിലിറ്റീസ്, നമ്മൾക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്നും ഈ ജീവിതം എത്രത്തോളം സന്തോഷമായിട്ടിരിക്കാമെന്നും സ്വയം മനസ്സിലാക്കി അതിന് എഫേർട്ട് ഇടാതെ പറ്റില്ല. ഷോർട്ട് കട്ടുകളൊന്നുമില്ല. മിക്കപ്പോഴും ആൾക്കാർക്ക് വേണ്ടത് ഷോർട്ട് കട്ടുകളാണ്. ഷോർട്ട് കട്ടുകളില്ല.
അത് ഫൈൻഡ് ചെയ്യരുത്. അതെല്ലാം കുറച്ച് കാലമേ പറ്റൂ. സത്യമേ ജയിക്കൂ. സത്യത്തിനെ വരൂ. ചതിച്ച് നേടുന്നതെല്ലാം അനുഭവയോഗമില്ലാതെ പോകും. ചതിച്ച് നേടിയത് പലതും പലരിലും എത്ര കാലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഒബ്സർവ് ചെയ്ത് നോക്കുക. അത് നമ്മളിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതും ഒക്കെ വക്രത കൊണ്ടും ചതിച്ച് നേടിയതുമൊക്കെ എത്രത്തോളം നിലനിന്നിട്ടുണ്ട്, എത്ര കാലം അത് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്ന് സ്വയം ഒബ്സർവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരുപാട് ചോദ്യങ്ങൾ, കണ്ടിന്യൂസ് കമൻസ് വരുന്നത് കൊണ്ടാണ് എൻ്റെ ഇത് ഇങ്ങനെയാണ്, ഇതിൻ്റെ ഫലം എന്താണ്, അതിൻ്റെ ഫലം എന്താണ്, ഇതിൻ്റെ ഫലം എന്താണെന്ന് കണ്ടിന്യൂസ് കമൻസ് വരുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു വിഷയത്തിൻ്റെ ഫലത്തിലേക്ക് എത്താൻ ഇന്ന മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഉണ്ടായാലും അത് കൈകാര്യം ചെയ്യുന്ന ആളിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും അതിനെ എത്രത്തോളം വിശാലമായിട്ട് അതിനെ കാണാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതായത് ഒരു 10ാം ക്ലാസ്സുകാരൻ സൂര്യനെ കാണുന്നതും ഒരു PhD ലെവലുള്ള ഒരാളും സൂര്യനെ കാണുന്നതും ഒരു PhD ലെവലുള്ള ആൾ തന്നെ വളരെ വിശാലമായ ഒരു മനസ്സുള്ള ഒരാളും സങ്കുചിതമായിട്ടുള്ള മനസ്സുള്ള ഒരു PhD-കാരനും ഒരുമിച്ച് സൂര്യനെ കാണുന്നതും തമ്മിലുള്ള ആ വ്യത്യാസം ഉണ്ടല്ലോ, ആ വ്യത്യാസം ഇതിൽ ഭവിക്കും. ഇതെല്ലായിടത്തും ഭവിക്കും. അതുകൊണ്ട് തന്നെ ഋഷിമാരെല്ലാം യൂണിവേഴ്സലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇത് എന്നെ കാണുന്നവർ, എന്നെ ഇഷ്ടപ്പെടുന്നവർ, ഇത് സ്വീകരിക്കുന്നവർ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്പമെങ്കിലും സ്നേഹം എന്നോടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക. ഡെയിലി ഒരു 24 മിനിറ്റെങ്കിലും, ഒരു നാഴിക സമയം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂറെങ്കിലും വരെ നിങ്ങൾക്ക് സമയം കിട്ടിയാൽ, ഇല്ലെങ്കിൽ ഒരു 24 മിനിറ്റെങ്കിലും നിങ്ങളുടെ മാനസിക സ്വസ്ഥതയ്ക്ക് വേണ്ടി നിങ്ങളുടെ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി എത്ര അലഞ്ഞാലും അത് പുറത്തുനിന്ന് കിട്ടില്ല. അത് സ്വയം നേടി, അഥവാ കിട്ടിയാലും അധികകാലം ഉണ്ടാവില്ല, അത് പോകും. അത് പോകുമ്പം ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ടത് സ്വയം ഉള്ളിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്വയം എക്വിപ്ഡ് ആവുക. അതിന് ഏറ്റവും എളുപ്പമായ വഴി ഈശ്വരാരാധനയാണ്. അതൊരു ഡിവൈനാണ്. അതിലേക്ക് എത്തുക. അതിലേറ്റവും ലളിതമായ മാർഗം സഹസ്രനാമജപമോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഭഗവത്ഗീത പഠനമോ കൃഷ്ണഭക്തിയോ എന്തു വേണേലും ആവാം. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത്. പക്ഷെ അതിൽ പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി സംശയമില്ലാതെ അത് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിലെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുകയും നമ്മളിൽ അതിന് ഓരോ നല്ല കാര്യങ്ങളും ഉണർന്നുണർന്ന് വന്ന് കാലക്രമേണ നമുക്ക് ഈശാവാസ്യമിതം സർവം യത്കിഞ്ചിത് ജഗത്യാം ജഗത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, മത്തപരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ, എന്നിൽ നിന്നന്യമായിട്ടുള്ളതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്നുള്ള കൃഷ്ണവചനം നമ്മുടെ ഉള്ളിലേക്ക് അനുഭവത്തിൽ തെളിഞ്ഞു വരും. അത് ഉറപ്പുള്ള കാര്യമാണ്. തെളിഞ്ഞ് വന്നിരിക്കും. സംശയ സത്യവാക്കുകൾ മാത്രമേ ഋഷിമാർ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും ആചാര്യന്മാരും സത്യവാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും 100% ഈ വാക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം ഇതെൻ്റെ വാക്കല്ല, ഇതൊരു വലിയ പരമ്പരയുടെ വാക്കാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. ഒരു പൈസയും മുടക്കണ്ട. ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്. ഇതിനൊന്നും നിങ്ങൾ പോകണ്ട. നിങ്ങൾ സ്വയം ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ ജാതകമാണെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ട്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെഡിക്കൽ വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് അതിൻ്റെ എക്സ്പേർട്സിന്. എന്താണോ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കി സ്വയം ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങളുടെ ലോജിക്കും നിങ്ങളുടെ കോമൺ സെൻസും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ളിടത്ത് അതിന് വേണ്ടി ജീവിതം ത്യാഗം ചെയ്തിട്ടുള്ള, അല്ല ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പം ജ്യോതിഷ വിദ്യാർത്ഥികൾ ഇനിയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഭാവത്തിനും തൽപ്പതിക്കും കാരകാഖ്യ ഗ്രഹത്തിനും 3 പേർക്ക് ബലമുണ്ടായാലും 7ാം ഭാവത്തിൽ
ഒരു ഗ്രഹം നിന്നാൽ അല്ലെങ്കിൽ ജാതകത്തിൽ ഒരു ഗ്രഹം ബലപ്പെട്ടാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് ഒരു പൊതുഫലമായിട്ട് കാണണം. ഇപ്പോൾ ഒരാളുടെ, ഇപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന രവിയുടെ ഫലമാണ്. അപ്പം രവിയുടെ ഫലം എന്ന് വെച്ചാൽ അതൊരു പൊതുഫലമാണ്, പൊതുവായിട്ടുള്ളൊരു രവി എന്ന് പറഞ്ഞാൽ അത് നിൽക്കുമ്പം അതിൻ്റെ ആ രവിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും, ആ ഫലമായിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരുടെയും ജാതകം അങ്ങനെയായിരിക്കും. ചിലവരുടെ ജാതകത്തിൽ രവിക്ക് ഒരു ബലവും കാണത്തില്ല, 7 നിൽക്കുന്നതേ കാണത്തുള്ളൂ. ചിലവർക്കത് 7 നിന്നില്ലെങ്കിൽ പോലും രവി നല്ല ബലമാണെങ്കിൽ, ആ ജാതകത്തിൽ ഷഡ്ബലമാണെങ്കിലും എന്ത് ബലം എടുത്ത് നോക്കിയാലും രവി നല്ലപോലെ ബലപ്പെടുത്തുകയാണെങ്കിൽ അവർ 7 നിന്നില്ലെങ്കിൽ പോലും അവരുടെ എല്ലാ സ്വഭാവത്തിലും ആ രവിയുടെ ക്യാരക്ടർ വരും. അപ്പോൾ അത് ആ ഒരു കോമൺ സെൻസ് വെച്ചുകൊണ്ട് വേണം ഇനിയും വരാൻ പോകുന്ന വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും സാധന ചെയ്യാൻ പറ്റട്ടെ. അനേകഹോര തത്വജ്ഞരാവട്ടെ, ഗണിത ക്രിയകൾ പഠിക്കുന്ന ആരാവട്ടെ, ഒബ്സർവേഷൻ സ്കില്ലും കാലദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനും കഴിയുന്ന കോമൺ സെൻസുള്ള നല്ല ഹ്യൂമൻ ആവട്ടെ. അതോടൊപ്പം തന്നെ ഉപാസനാദി വിഷയങ്ങളും റൊട്ടീനും നല്ല ഫുഡും ഒക്കെ ആയിട്ട് നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ നോക്കി മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് നല്ലൊരു ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും സർവേശ്വരൻ അനുഗ്രഹം തരട്ടെ. നിങ്ങളുടെയൊക്കെ പ്രൊഫഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലകളിലെല്ലാം നിങ്ങൾക്ക് ശോഭിക്കാനും നല്ല രീതിയിൽ സന്തോഷമായിട്ടിരിക്കാനും മുന്നോട്ട് ഇനിയുള്ള കാലം, ഇപ്പോൾ വരെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതാലോചിച്ചിരിക്കരുത്, വിട്ടേരെ. മുന്നോട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു കാര്യമെങ്കിലും സന്തോഷമുള്ളത് വരട്ടെ. അതിനെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് അത് മാത്രം ശ്രദ്ധിക്കുകയും അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ചെയ്തു പോവാൻ നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, കൂട്ടത്തിൽ എനിക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.